ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിമ്പിൾ വെൽനസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ബാക്ക് പെയിനെ കുറിച്ചാണ്. എന്താണ് ബാക്ക് പെയിൻ? ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു MBA ഗ്രാജുവേറ്റാണ്. സോ ബാക്ക് പെയിൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് എൻ്റെ ഇൻഫർമേഷൻ എന്താണ് അതാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇതൊരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഞാനിതൊരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു സാധാരണക്കാരിലേക്കുള്ള ഇൻഫർമേഷനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ അല്ലെങ്കിൽ നെക്ക് കഴുത്ത് തൊട്ടിട്ട് ഇടുപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും മസിലിലോ ഡിസ്കിനോ നെർവിനോ അല്ലെങ്കിൽ ബോണിനോ സംഭവിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു അപാകതം മൂലമുണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടിനെയാണ് നമ്മൾ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ചിത്രത്തിലുള്ളതുപോലെ നമ്മുടെ ബാക്കിൽ, അതായത് നട്ടെല്ലിനെ 4ആയിട്ട് തിരിക്കാം: സെർവിക്കൽ, തൊറാസിക്, ലുംബാറും സാക്രം. അധിക നടുവേദനകളും ലുംബാർ ഏരിയയിൽ ഉണ്ടാകുന്നതിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാരണമാണ് നമുക്ക് വേദന ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബാക്ക് പെയിൻ വരാം എന്നത് നോക്കാം. ഫസ്റ്റായിട്ട് മസിൽ സ്ട്രെയിൻ, അതായത് സ്ട്രെയിനും സ്പ്രെയിനും എന്ന് പറയുന്നത് നമ്മുടെ മസിലുകളോ അല്ലെങ്കിൽ ടെൻഡൻസോ ലിഗമെൻസിലോ എന്തെങ്കിലും സ്ട്രെയിനോ വരുന്നതിനെയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഹെവിയായ ഒബ്ജക്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയോ ജസ്റ്റ് നമ്മളൊന്ന് തിരിഞ്ഞപ്പോൾ ഉളുക്കി പിടിക്കുക, അങ്ങനത്തെ ഉള്ളതിനാണ് നമ്മൾ സ്ട്രെയിനുമായിട്ട് പറയുന്നത്. ടെൻഡൻ എന്ന് പറയുന്നത് ബോൺ ടു ബോൺ കണക്റ്റിങ്ങിനെയാണ്. ലിഗമെൻ്റ് എന്ന് പറയുന്നത് മസിൽ ടു ബോണിനെയാണ്. അപ്പോൾ ഇതിന് ചെറിയ, നമ്മളിപ്പം ഒരു വലിയ ഒബ്ജക്റ്റ് എടുക്കുന്നു, അപ്പോൾ നമ്മൾ ഉളുക്കി പിടിക്കുന്നു. പിന്നെ നമ്മൾ സഡനായിട്ട് കട്ടിൽ നിന്ന് എണീക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ചെരിഞ്ഞ് കിടക്കുന്നു, അപ്പോഴൊക്കെ ഒന്ന് ഉളുക്കി പിടിച്ചതായി നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മുടെ ബാക്ക് പെയിനിലേക്ക് ലീഡ് ചെയ്യാം. പക്ഷേ അത് ഒരു പരിധി വരെ നമുക്കത് ഡോക്ടറെ കാണിച്ച് മസിൽ സ്ട്രെയിനിനോ ഉള്ള മരുന്നുകൾ എടുക്കുക, മസിൽ സ്പാസമിനുള്ള മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. രണ്ടാമത് ഉള്ളതാണ് പോസ്ചറൽ സ്ട്രെസ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ടും കാണാം. ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇന്നൊരുപാട് ആൾക്കാർ ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒരുപാട് നേരം ഇരിക്കുക അല്ലെങ്കിൽ ഒരുപാട് നേരം നിൽക്കുക, പുവർ പോസ്ചർ, അതായത് ശരിയായ രീതിയിലല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഒന്നിക്ക് ലാപ്ടോപ്പിലേക്ക് നോക്കി കുനിഞ്ഞിരുന്ന് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല, അത് മാസങ്ങളായി കൊല്ലങ്ങളായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്കിനെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് കൊടുത്ത് അതൊരു ബാക്ക് പെയിനായിട്ട് മാറുന്നു. പിന്നെയുള്ളത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ഒരു ലാക്ക് ഓഫ് മൂവ്മെൻറ്റ്, ഒരു എക്സസൈസോ അല്ലെങ്കിൽ നമ്മൾ സെയിം ഒരു എക്സസൈസും ഇല്ല, മൂവ്മെൻ്റ് ഇല്ല, വാക്കിംഗ് ഇല്ല, അങ്ങനെ പോകുന്നു. അപ്പം നമ്മുടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് വീക്കാവുന്നു. എസ്പെഷ്യലി ഇപ്പം ഒരു സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പ്രസവം കഴിഞ്ഞ ആൾക്കാരൊക്കെ അബ്ഡോമിനൽ മസിൽസൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അപ്പം അവർ എക്സസൈസ് ചെയ്ത് അബ്ഡോമിനൽ മസിൽസ്, പെൽവിക് മസിൽസൊക്കെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ അവർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കൂ. ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യും, എന്തുകൊണ്ടാണ് പ്രസവിച്ച സ്ത്രീകളിലും ബാക്ക് പെയിൻ കാണപ്പെടുന്നതെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിലേക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് ഡിസ്ക് പ്രോബ്ലങ്ങൾ. അതായത് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ 2 കശേരുക്കൾ അല്ലെങ്കിൽ 2 വെർട്ടിബ്രേ തമ്മിൽ ഒരു കണക്റ്റിംഗ് പോലെ ഉള്ള ഒരു ഡിസ്ക് ഷേപ്ഡ് ഇതിനാണ് നമ്മൾ ഡിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ബൾജിങ്ങോ അല്ലെങ്കിൽ ആ ഡിസ്ക് ചെറുതായി പുറന്തള്ളി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന വരും. അപ്പം ബാക്ക് പെയിൻ്റെ കോസസ് മെയിനായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് നമ്മുടെ ഡിസ്ക് പ്രോബ്ലംസ്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സസൈസ് ചെയ്തും നമ്മുടെ പോസ്ചറിലുള്ള ഒരു ഡിഫറൻസൊക്കെ വരുത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ മാറ്റാം.
അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്താം. പക്ഷേ ഡിസ്ക് പ്രോബ്ലമാണ് കൂട്ടത്തിലൊരു കുറച്ച് സീരിയസ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മസിൽ സ്ട്രെയിനും മസിൽ സ്പ്രെയിനും പിന്നെ പോസ്ചറൽ സ്ട്രെസ്സും പിന്നെ നമ്മുടെ ഇനാക്ടിവിറ്റിയൊക്കെ മെക്കാനിക്കൽ കോസസ്സാണ്. പക്ഷേ ഈ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളെ സ്ട്രക്ചറൽ കോസസ് ആയിട്ട് പറയും. അതായത് ഹെർണിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ബൾജ്ഡ് ആയിട്ടുള്ള ഡിസ്ക്, അതായത് പുറന്തള്ളി നിൽക്കുന്ന ഡിസ്ക്, പിന്നെ ഒന്ന് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജനറേഷൻ സംഭവിക്കും ബോൺസിനൊക്കെ, അങ്ങനെ വരുന്ന ഡിസ്ക് പ്രോബ്ലം. പിന്നെ സ്പൈനൽ സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ ഈ സ്പൈനൽ കനാൽ ഉണ്ടല്ലോ, അത് നാരോ ചെയ്യുന്നതിനാണ് സ്പൈനൽ സ്റ്റെനോസിസ് പറയുന്നത്. പിന്നെ സ്കോളിയോസിസ്, അതായത് ജന്മന ചില ആൾക്കാരുടെ വേർട്ടിബ്രെ കുറച്ച് വളഞ്ഞിരിക്കും, അതിനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഡോക്ടർ പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു കോമൺ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ അമ്മക്ക്, എൻ്റെ അച്ഛന് എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് എന്നുള്ളത്. പിന്നെ ബാക്ക് പെയിനിനെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ബാക്ക് പെയിൻ ഇഷ്യൂ ആണ്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് എന്തുകൊണ്ട് ബാക്ക് പെയിൻ വന്നു എന്നതിലാണ് ഞാനിതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം വയസ്സായ ആൾക്കാർക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാക്ക് പെയിന് ഡിഫറൻസ് ഉണ്ട്. കാരണം അത് ഡീജനറേഷൻ ഓഫ് ബോൺസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നുള്ളത് ഓസ്റ്റിയോപോറോസിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് ആർത്രൈറ്റിസ് ഉള്ള രോഗികളിലും പയ്യെ നടുവേദന കാണപ്പെടുന്നുണ്ട്. അതൊക്കെ ഡീജനറേറ്റീവ് ഇഷ്യൂ ആണ്. അതായത് ബോൺസിലൊക്കെ ഉണ്ടാകുന്ന ഡീജനറേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് വേദന വരുന്നത്. അപ്പോൾ ഡിസ്ക് പ്രോബ്ലത്തിലൂടെയാണ് കൂടുതൽ പെയിൻ, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഇത് ഡിസ്ക് പ്രോബ്ലം ഉണ്ടായാലാണ്. ഈ ഡിസ്ക് പ്രോബ്ലം ഉണ്ടാവാനുള്ളത്, അത് ഹിയർണിയേഷനും ബൾജിങ്ങൊക്കെ ഡിസ്കിനുണ്ടാവുന്നത് ചിലപ്പം ഒരു വീഴ്ചയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പറ്റുന്നതോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്നതോ അതിലൂടെയും നമുക്ക് പെട്ടെന്ന് ഡിസ്ക് ഹെർണിയേഷൻ ഒരു ഇതിൽ പെട്ടെന്ന് ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ നമുക്കത് ഡെവലപ്പായിട്ട് വരും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് വന്നത് ഞാൻ വെയിറ്റ് എടുത്തിട്ടാണ്, അതായത് പുവർ പോസ്ചറിൽ നിന്ന് വെയിറ്റ് എടുത്തതാണ് എനിക്ക് ബാക്ക് പെയിൻ വരാനുള്ള കാരണം. അത് വന്ന് യഥാർത്ഥ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതും ഹെർണിയേഷന് കാരണമായി. കാരണം അവിടെ വീക്ക് മസിൽസായി, ഞാൻ വേദന എടുത്ത് റെസ്റ്റ് എടുത്ത് കുറേ, അതായത് നടക്കാണ്ട് ഇരിക്കാണ്ട് ഞാൻ കടന്ന് കുറേ കാലം റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടുത്തെ മസിൽസ് വീക്കായി. അങ്ങനെയാണ് എനിക്ക് ബാക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നത്. അപ്പം എന്തൊക്കെ റീസൺസും എന്തൊക്കെ കോസസും ബാക്ക് പെയിനിലൂടെ നമുക്ക് മനസ്സിലായി. ഇനി സിംറ്റംസ് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടും. എന്തൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം സിംറ്റംസ്. കാരണം ബാക്ക് പെയിനിൻ്റെ ഓരോ ഗ്രാവിറ്റി ഉണ്ടല്ലോ, നമുക്ക് സഹിക്കാവുന്നത്, സഹിക്കാൻ പറ്റാത്തത്, അങ്ങനെ പല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ റീസൺസും സിംറ്റംസും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടും. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.